Chef at Home. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഷെഫ് അറ്റ് ഹോമിൻ്റെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചമ്മന്തിയുടെയും ചട്നിയുടെയും ഡിഫറെൻറ്റ് ടേസ്റ്റും ഡിഫറെൻറ്റ് കളറുമായിട്ടുള്ള പല ടൈപ്പിലും പല ടൈമിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും യൂസ് ചെയ്യാൻ പറ്റില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 ചട്നിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 ചട്നി ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം. ആദ്യം നമ്മൾ ചെയ്യാറാക്കുന്നത് പുളിയും റെഡ് ചില്ലിയും പൗഡറും എല്ലാം ഇട്ടിട്ട് ഒരു റെഡ് കളറിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചട്നിയാണ്, നല്ല സ്പൈസിയോട് കൂടിയ ചട്നി. അടുത്തത് ഒരു മാങ്ങ ചമ്മന്തി ചെയ്യുന്നുണ്ട്, അത് നല്ല ടൈറ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ക്യാപ്സിക്കത്തിൻ്റെ ചട്നിയാണ്, അതൊരു ചേഞ്ച് ആയിട്ടുള്ള ഐറ്റമാണ് ക്യാപ്സിക്കം ചട്നി. പിന്നെ നമ്മൾ കറിവേപ്പില ചമ്മന്തി. പിന്നെ നമ്മുടെ ഷെഫ് അറ്റ് ഹോമിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിനയും മിൻറ്റും ഇതെല്ലാം ചേർത്ത് മല്ലിയിലയും തൈരും എല്ലാം ചേർത്ത് ഡിഫറെൻറ്റ്, അതിൽ തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് അത് ടൈറ്റായിട്ടുള്ളൊരു ചട്നിയാണ്. അത് എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ജസ്റ്റ് നമുക്ക് ഓരോരോ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ചട്നി, റെഡ് ചില്ലി പൗഡറും പുളിയെല്ലാം ചേർത്ത് നല്ല പുളിയും എരിവും ഉപ്പും എല്ലാം ചേർത്ത് നല്ലൊരു ടൈറ്റായിട്ടുള്ളത് ഒരു ചട്നിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വേറൊരു തോരനോ ഒരു ഐറ്റവും വേണ്ട, ചമ്മന്തി മാത്രം മതി, നല്ലൊരു ടേസ്റ്റ് ഐറ്റമാണ് അത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ചെറുള്ളി എടുത്തു, സവാള എടുത്തു, അല്പം പുളി അതിലേക്കിട്ട് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലയും ജസ്റ്റ് ഒരു ചെറിയ പീസ് ഗ്രീൻ ചില്ലി ഇട്ട് നമ്മളതിനെ മിക്സ് ചെയ്യാണ്. നല്ല രീതിയിൽ പേസ്റ്റാക്കി അല്പം വെള്ളം ചേർത്ത് അതിൻ്റെ ചമ്മന്തിയുടെ ഒരു ടെക്സ്ചറിൽ ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നൊരു ടെക്സ്ചറിലാണ് നമ്മളിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നൊരു ചട്നിയാണ് ഇപ്പോൾ നമ്മളിന്നിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കുന്ന ഭയങ്കര ടേസ്റ്റുള്ള ഐറ്റമാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മാങ്ങ ചമ്മന്തിയാണ്. മാങ്ങ ചമ്മന്തി ഗ്രീൻ കളറിൽ, അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ല തിക്കായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കറിവേപ്പില, ചെറുള്ളി, സവോള നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാങ്ങ, പിന്നെ അല്പം ഉപ്പ്, ഈ തേങ്ങയും ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ അല്പം വെള്ളം ചേർത്ത് തിക്കായിട്ട് തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഒരുപാട് ലൂസാക്കാണ്ട് നല്ലൊരു ടൈറ്റ് ടെക്സ്ചറിലാണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത്. അല്പം കോക്കനട്ട് കൂടി ആഡ് ചെയ്ത് നല്ലൊരു ഗ്ലേസിങ്ങോടും കൂടിയൊരു നല്ലൊരു ചട്നിയാണത്. മാങ്ങ ചമ്മന്തിയാണ്, പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണിതും. അപ്പോൾ എല്ലാവരും ഇതും കൂടി ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് അടുത്ത് ചെയ്യാൻ പോകുന്ന ഐറ്റം ക്യാപ്സിക്കം ചമ്മന്തിയാണ്. അത് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ പേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് സോട്ടാക്കണം. അതിൻ്റെ പച്ചപ്പ് മുഴുവൻ പോയിട്ട് നല്ല കുക്കായിട്ടുള്ളൊരു ടെക്സ്ചറിലാണ്, നല്ല തിക്കായിട്ട് കോക്കനട്ട് ഓയിലൊക്കെ എൻ്റെ മുകളിൽ ആഡ് ചെയ്ത് ഒരു ഓയിലി ഒരു ഇതുകൂടി കൂടി വരുന്ന നല്ലൊരു തിക്കായിട്ടുള്ള ഐറ്റമാണത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ, മിക്ക ഇതിൻ്റെയും സൈഡായിട്ട് വേണമെങ്കിൽ, ഇപ്പോൾ ദോശയ്ക്ക് തന്നെ വേറൊരു സൈഡായിട്ട് തന്നെ ഇത് കൊടുക്കാവുന്ന രീതിയിലാണ്. കൊച്ചുങ്ങൾക്കെല്ലാം കൊടുക്കുന്ന രീതിയിൽ അത് നമുക്ക് എരിവിൻ്റെ ആ ഒരു വേരിയേഷൻ വരുത്തിയിട്ട് കുട്ടികൾക്ക് അത് ഡിഫറെൻറ്റ് കളറായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നല്ലൊരു ഐറ്റമാണ് ക്യാപ്സിക്കം ചമ്മന്തി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ക്യാപ്സിക്കം നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തിട്ടുള്ള സവോള, ഗ്രീൻ ചില്ലി, ഗാർലിക്ക്, പിന്നെ പൊട്ടുകടല അല്പം ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ആഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇതിന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ആദ്യം കോക്കനട്ട് ഓയിലിൽ അല്പം ഗാർലിക് ആഡ് ചെയ്തു, അല്പം പൊട്ടുകടല ആഡ് ചെയ്തു, പിന്നെ ഗ്രീൻ ചില്ലിയും ഓനിയനും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് അതിനെ സോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളിതിനെ പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. ക്യാപ്സിക്കം ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇത്ര ഐറ്റംസ് ആദ്യമായിട്ട് ജസ്റ്റ് സോട്ട് ചെയ്തു. അത് പെട്ടെന്ന് സോട്ട് അവിടെ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ സോട്ടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്യുകയാണ്. ഇനി അതിനെ കുക്ക് ചെയ്തെടുത്തിട്ടാണ് അത് നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുന്നത്. അല്പം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്.
ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇത് മാറ്റുന്നത്. ഇനി നമ്മൾ മിക്സിയിലിട്ട് തന്നെ ഫൈൻ പേസ്റ്റാക്കി എടുക്കുകയാണ്. ക്യാപ്സിക്കം ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ആദ്യം ഇതിനെയൊക്കെ നല്ല രീതിയിൽ സോട്ട് ചെയ്ത് എന്നിട്ടാണ് തേങ്ങ ചേർത്ത് മിക്സിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതൊരു സൗത്ത് ഇന്ത്യൻ ടെക്സ്ചറിലാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു തിക്കായിട്ടുള്ള ഐറ്റമാണ്. പൊട്ടുകടലയും തേങ്ങയും ക്യാപ്സിക്കവും ഒനിയനൊക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു തിക്കായിട്ടുള്ള ഐറ്റമാണ്. അല്പം വെള്ളം ആഡ് ചെയ്ത് നമ്മൾ തന്നെ നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ക്യാപ്സിക്കം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അല്പം കോക്കനട്ട് ഓയിലും ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം, അപ്പോൾ നമ്മൾ റെഡ് ചില്ലിയും കറി ലീവ്സും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇത് അല്പം സവാള നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചട്നി അതിലേക്ക് ആഡ് ചെയ്ത് അല്പം റെഡ് ചില്ലിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഇത് അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ ഒട്ടും കുത്തൽ പോലും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ചട്നി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. ഒരു ഡിഫറെൻറ്റ് കളറായിരിക്കും, നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റും ആയിരിക്കും. അല്പം കൂടി എരിവ് കൂടുതൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റിൽ ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണമുള്ള കറിവേപ്പില ധാരാളമായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം കിട്ടും. ആ കറിവേപ്പില വെച്ചിട്ട് ഒരു ഗ്രീൻ കളറിൽ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള സാധനമാണ് കറിവേപ്പില ചമ്മന്തി. നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാൻ. അതിൽ നമ്മൾ ഗ്രീൻ ചില്ലിയും ഇതിൽ നമ്മൾ സവാള ആഡ് ചെയ്യുന്നത്, ചെറുപുള്ളി അല്പം ആഡ് ചെയ്യുന്നുണ്ട്, കോക്കനട്ട് ഓയിലും ഉപ്പും തേങ്ങയും എല്ലാം ചേർത്ത് നല്ലൊരു കുറുകിയിരിക്കുക നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കറിവേപ്പില ചമ്മന്തി. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ലൊരു ഐറ്റം ആയിരിക്കും ഇത്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഒരു വെറൈറ്റി ടെക്സ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വീഡിയോയിലോട്ട് പോകാം. അത് തയ്യാറാക്കാനായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ, ഗ്രീൻ ചില്ലി, തേങ്ങ, കറിവേപ്പില അല്പം കൂടുതലായിട്ട് എടുക്കണം, പിന്നെ പൊട്ടുകടല. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിന് വേണ്ടത്. അത് നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കറിവേപ്പില ആദ്യം നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റാണ്. കറിവേപ്പില നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ചു. പിന്നെ നമ്മളതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഗ്രീൻ ചില്ലിയും ഒനിയനും പൊട്ടുകടലയും ഫ്രൈ ചെയ്തിട്ടുള്ള കറിവേപ്പിലയും തേങ്ങയും അല്പം ഉപ്പും ആവശ്യത്തിന് ടൈറ്റായിട്ടുള്ള വെള്ളവും ചേർത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ചമ്മന്തി അരച്ച് മാറ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കറിവേപ്പില ചമ്മന്തി. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലൊരു ഐറ്റമാണത്. ഇതും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഏറ്റവും അവസാനത്തെ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെഫ് അറ്റ് ഹോമിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഐറ്റമാണ്. അതിനായിട്ട് നമ്മൾ ആ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമ്മളതിൽ അല്പം പുതിനയും മല്ലിയിലയും തേങ്ങയും പിന്നെ അതിൽ കുറച്ച് തൈര് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല കുറുകിയിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇതും എല്ലാ ഡിഷിൻ്റെയും സൈഡായിട്ട് കഴിക്കാവുന്ന ഒരു ഐറ്റം, മെയിൻ ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്നൊരു ആരും കാണാത്ത രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതുവരെയായിട്ട് ആരും രുചിക്കാത്ത രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്പം പൊട്ടിയാടെല്ലാം ചേർത്ത് നല്ലൊരു ചട്നി ആയിരിക്കും ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നൊരു മെത്തേഡാണിത്. നമ്മളിതിനായിട്ട് മല്ലിയില, പുതിന, പിന്നെ ഗ്രീൻ ചില്ലി, സവാള, പിന്നെ അല്പം തൈര് നമ്മളിപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്. അല്പം ഉപ്പ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തൈര് കുറച്ചും കൂടി ഒഴിച്ചിട്ട് നല്ല നമ്മുടെ പുതിന ചട്നിയൊക്കെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. എല്ലാത്തിൻ്റെയും സൈഡ് ഡിഷായിട്ട് ഇത് യൂസ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണ്. ഇതിനാവശ്യത്തിന് പുളിയും ഉപ്പും എരിവും ചേർന്നൊരു പൂർണ്ണമായിട്ടൊരു മിക്സിങ് ഉള്ള ഐറ്റമാണത്. അതിന് പുതിനയുടെ ഒരു ശരിക്കും ഹെർബലായിട്ടുള്ള ഒരു ചമ്മന്തിയാണത്. പുതിനയും മല്ലിയിലും എല്ലാം ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക.